നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നിരവധി ആരാധകരുള്ള താരമാണ് ദിലീപ്. അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുമുണ്ട്. നടി മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് ദിലീപിന്റെ വ്യക്തിജീവിതം സമൂഹ മാധ്യമങ്ങളിലെ സ്ഥിരം ചർച്ചാ വിഷയമായി മാറുന്നത്. വിവാഹബന്ധം വേർപിരിഞ്ഞതിന് പിന്നാലെ നിരവധി ഗോസിപ്പുകൾ ദിലീപിന്റെ പേരിൽ വന്നു. നടി കാവ്യ മാധവനുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തകളായിരുന്നു ഏറെയും. പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രണ്ടുപേരുടെയും വിവാഹം. വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് തങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള വിവരം പുറം ലോകത്തെ അറിയിച്ചത്. ഇപ്പോൾ കാവ്യ സിനിമയിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. ദിലീപിനും കൈനിറയെ ചിത്രങ്ങളുണ്ട്. നടന്റേതായി പുറത്തിറങ്ങാനുള്ള ചിത്രമാണ് തങ്കമണി. ചിത്രത്തിന്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ ഹൈക്കോടതി സെൻസർ ബോർഡിനെ ചുമതലപ്പെടുത്തി. സെൻസർ നടപടികൾക്ക് സ്റ്റേ ഇല്ല. ചിത്രം കണ്ട ശേഷം സെൻസർ ബോർഡിന് ഉചിതമായ തീരുമാനം എടുക്കാം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. നിർമ്മാതാക്കൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് സിയാദ് ഹാജരായി. ചിത്രീകരണം പൂർത്തിയായ ചിത്രം ഉടൻ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് വിവരം. സെൻസർ നടപടികൾ പൂർത്തീകരിച്ച ശേഷം റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കും. സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ RB ചൌധരിയും ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മദ്രയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. നീത പിള്ളയും പ്രണിത സുഭാഷും നായകന്മാരായി എത്തുന്ന തങ്കമണി ദിലീപിന്റെ 148ാമത് സിനിമയാണ്. ഇടുക്കി ജില്ലയിലെ കാമാക്ഷി പഞ്ചായത്തിലെ ഒരു മലയോര ഗ്രാമമാണ് തങ്കമണി. ഒരു ബസ് സർവീസിനെ ചൊല്ലിയുണ്ടായ ഒരു തർക്കം കേരളം മനസാക്ഷിയെ ഞെട്ടിച്ച വെടിവെപ്പിലാണ് കലാശിച്ചത്. 80കളുടെ മധ്യത്തിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഇടുക്കിയിലെ തങ്കമണി സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് ദിലീപിനെ നായകനാക്കി രതീഷ് രഘുനന്ദൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന തങ്കമണി. 1987 PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇതാ സമയമായി ആണ് തങ്കമണി വെടിവെപ്പ് ആസ്പദമാക്കി ആദ്യമായി പുറത്തിറങ്ങിയ സിനിമ. 36 വർഷങ്ങൾക്ക് ശേഷം തങ്കമണി വീണ്ടും വെള്ളിത്തിരയിൽ എത്തുകയാണ്. അതേസമയം ബാന്ദ്രയാണ് ദിലീപിന്റേതായി പുറത്തിറങ്ങിയ ചിത്രം. തമന്ന നായികയായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് രാമലീലയുടെ സംവിധായകൻ അരുൺ ഗോപിയാണ്. ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ റൺവേ, CID മൂസ എന്നീ ചിത്രങ്ങൾക്ക് 2ാം ഭാഗവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിലും CID മൂസയുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ജോണി ആന്റണി പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു. CID മൂസയുടെ 2ാം ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടക്കുന്നുണ്ട്. എല്ലാ കൃത്യസമയത്ത് വരും. ഒന്നും നമുക്ക് മുൻകൂട്ടി പറയുന്ന സാഹചര്യങ്ങളിൽ അല്ലല്ലോ കടന്നു പോകുന്നത്. ഉദയനും സിബിയും തിരക്കഥ എഴുതണം. എങ്കിലും നല്ല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആളുകളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു ബാധ്യത തന്നെയാണ്. ഇത്രയും ഹിറ്റായ ഒരു സിനിമയുടെ 2ാം ഭാഗം എന്ന് പറയുമ്പോൾ വലിയ ഉത്തരവാദിത്തമാണ്. അതിനോളം ഇല്ലെങ്കിലും അതിന് അടുത്തെങ്കിലും എത്തിയാലേ അഭിമാനം കാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ആദ്യത്തെ സിനിമയുടെ മാനം കാക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അതിനും ചീത്തപ്പേരാവും. ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണല്ലോ വിജയങ്ങളിലേക്ക് പ്രവേശിക്കുക. എന്തായാലും നമുക്ക് നോക്കാമെന്നുമാണ് ജോണി ആന്റണി വ്യക്തമാക്കിയിരിക്കുന്നത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.